ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വിഷു റിലേറ്റഡ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഒപ്പം ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്റെ കറന്റ് സ്കിൻ കെയർ റൂട്ടീനും എല്ലാ പ്രോഡക്ട്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് റോസ് വാട്ടർ ആണ്. അതില്ലെങ്കിൽ സാധാരണ വെള്ളം മതി. നിങ്ങൾ മുഖം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഒരു വെറ്റ്നസ് ഇല്ലേ, അത് മതി കേട്ടോ. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്തോളൂ. സെക്കൻഡ് സ്റ്റെപ്പ് സിറം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ നയാസിനമൈഡ് 10% പ്ലസ് സിങ്ക് 1% സിറം ആട്ടോ. ബിഗിനേഴ്സിനും പിന്നെ കുട്ടി കുട്ടി സ്കിൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം എന്നുള്ളവർക്കും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ. സ്കിന്നിന്റെ ഡൾനെസ് ഒക്കെ മാറ്റി സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയാനും പോസ് ഒക്കെ ഒന്ന് കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓർഡിനറിയുടെ തന്നെ ജെൽ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ സെറത്തിന് പെർഫെക്റ്റ് മാച്ച് ആണ്. ലൈറ്റ് വെയിറ്റും ആണ്. ഇതും ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ആക്ച്വലി ഈ മോയ്സ്ചറൈസറിന് മുമ്പ് തന്നെ നിങ്ങളൊരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യണം, വേണമെങ്കിൽ മാത്രം. ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് മോയ്സ്ചറൈസർ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ആക്ച്വലി വിട്ടുപോയടാ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോക്സ്റ്റൈൽ ബ്രൈറ്റനിങ് അണ്ടർ ഐ ക്രീം ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. റിവ്യൂ വഴിയേ പറയാം. ഇൻ ബിറ്റ്വീൻ ഒരു ലിപ് പ്ലം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നല്ല എരിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളതിന്റെ ആക്ഷൻസ് കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം എല്ലാം കൂടി ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ. ഇത് കൊറിയൻ ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, വർത്ത് ഓഫ് ദ മണി. ഇത് ബ്യൂട്ടി ഓഫ് ജോയ്സിന്റെ സൺസ്ക്രീൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പക്ഷെ എപ്പോഴും അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിന്റെ ഗോൾഡൻ അവേഴ്സ് ഗോൾഡൻ ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ അണ്ടർ ഐ ക്രീം ഇട്ട് കൊടുത്തില്ലേ, ഇതിന്റെ മേളിൽ എന്തായാലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റും യൂസ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് സെറം യൂസ് ചെയ്ത് ഒരു 5 minutes ശേഷം മാത്രമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തോളണം കേട്ടോ, നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഷ് മസ്കാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ ജസ്റ്റ് ലിങ്ക് ഒന്ന് എനിക്ക് കമന്റ് ചെയ്താൽ മതി. എല്ലാം ഞാൻ DM ചെയ്ത് തരാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതായത് സിറത്തിനെ കുറിച്ചാണെങ്കിൽ സിറത്തിനെ കുറിച്ച് മാത്രം അങ്ങനെ ചെയ്തു പോകട്ടെ. ഇതിപ്പോ ഒരു അവീല് പരിപാടി എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ഇനി ഞാൻ സാരി ഉടുക്കട്ടെ. ഇത് നമ്മുടെ സെക്കൻഡ് മാരേജിന് ഗുരുവായൂർ പോയില്ലേ, അപ്പോൾ എടുത്ത സാരിയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ കല്യാണിനാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് ഏകദേശം ഒരു 1400 ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും സിമിലർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് സാരി എന്ന് കമന്റ് ചെയ്താൽ മതി. സാരി ഒറ്റ കൊടുക്കാനൊക്കെ എനിക്ക് അറിയാം. എന്നാൽ ആ പെർഫെക്ഷൻ വരണമെങ്കിൽ ആ കൈകൾ തന്നെ വേണം. അപ്പൊ നെക്സ്റ്റ് ഹെയറിൽ ലോറിയലിന്റെ സെറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുടി നല്ല സ്മൂത്ത് ആയിട്ടും ഫ്രിസ് ഫ്രീ ആയിട്ടും കിടക്കും. നിങ്ങൾ ഹെയർ എന്നത് കമന്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചുതരാം കേട്ടോ. ഇനി നമുക്ക് ആടയാഭരണങ്ങളൊക്കെ ഇടാം. ഇതെന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്, മാതങ്കി ജുവൽസ് ഓഫ് യുവർ ഹാർട്ട്. അപ്പോൾ വിഷു റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഈ കാശിൻ്റെയും പലക്കേൻ്റെ ഒരു പല ടൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നമുക്കിങ്ങനെ ചോക്കറായിട്ട് ഇടാം, പിന്നെ നെക്ലസ് ആയിട്ട് ഇടാം, ഒന്ന് ചെറിയൊരു ഹാരം പോലെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ മാതങ്കി ജുവൽസ് ഓഫ് യുവർ ഹാർട്ട് പേജ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കൂ. കൂടുതൽ പ്രൊഡക്ട്സ് ഞാൻ പതുക്കെ ലോഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, വള ഇട്ട് കൊടുത്തിട്ടുണ്ട്, കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുല്ലപ്പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.